ഒരാൾക്ക് അസുഖം വന്നു കഴിയുമ്പോൾ അവരെ എല്ലാവരും കൂടെ ചൂഷണം ചെയ്യുകയല്ല വേണ്ടത്, അവരെ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. രേണു ചേച്ചിയുടെ കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ രേണു സുധിയുടെ ഒരുപാട് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഒന്നിൽ കമൻ്റ് അടിക്കാറൊന്നും ഇല്ല. പക്ഷെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ വയ്യ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ എല്ലാവരും ഇപ്പോൾ വയ്യാത്തത് കൊണ്ട് എന്താ പറയുക, സാധാരണ ഒരു ചെറിയ യൂട്യൂബ് ചാനലാണിത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് ലൈക്കൊക്കെ കൂടുതൽ കിട്ടും, കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് വീഡിയോ ചെയ്യാൻ മാത്രം ദയവ് ചെയ്ത് വിചാരിക്കരുത്. കാരണം ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്ന്, ഈ രേണു ചേച്ചിയെ സപ്പോർട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ PK ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആ ചേച്ചിയുടെ ഭർത്താവ് മരിച്ചപ്പോൾ, അതായത് സുധിച്ചേട്ടൻ മരിച്ചപ്പോൾ, ആ ചേച്ചി വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്ന് കുറേ വർഷങ്ങളോളം ഇരുന്ന് കരഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് പേർക്ക് സന്തോഷമായേനെ. കാരണം ആ ചേച്ചി ഇപ്പോൾ ഭർത്താവ് മരിച്ച ഉടനെ കുറച്ച് നാൾ കഴിഞ്ഞ്, അതായത് ഒരു വർഷം കൂടി തികയാത്ത മുമ്പേ പോയി സോഷ്യൽ മീഡിയയിലൊക്കെ പോയി അവനവൻ്റെ കാര്യങ്ങൾ നോക്കി അവരവരുടെ കരിയറൊക്കെ നോക്കി ജീവിക്കാൻ തുടങ്ങി എന്നതാണ് കുറ്റം. പക്ഷേ ഒരു കാര്യം ആലോചിക്കണം, ഒരുപാട് സെലിബ്രിറ്റികൾക്ക് ഇന്ന് സുഖമില്ലാതെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റികൾ മരിച്ചു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ കുടുംബങ്ങൾ സമയത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ? അവരുടെയൊക്കെ കുടുംബങ്ങൾ ഇന്ന് നല്ല രീതിയിലാണോ ജീവിക്കുന്നത്? അവർക്കൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ? എല്ലാവരും ഇപ്പോൾ വിചാരിക്കും സെലിബ്രിറ്റികളായതുകൊണ്ട് മാത്രം അവരെ പ്രത്യേകമായിട്ട് അന്വേഷിക്കണോ, അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ നമ്മൾ സാധാരണക്കാർക്ക് എന്ത് ജോലിയും ചെയ്യാൻ പറ്റും. എന്ത് ജോലിയും ചെയ്യാൻ നമ്മൾക്ക് പോയിട്ട് ഇപ്പോൾ വേണമെങ്കിൽ ഒരു കടയിൽ പോയി നിൽക്കാൻ പറ്റും. എന്ത് ജോലിയും അങ്ങനെ നമ്മൾക്ക് ജീവിക്കാനുള്ള എന്ത് വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഒരു വലിയൊരു സെലിബ്രിറ്റിയുടെ ഭാര്യയാണ്, അല്ലെങ്കിൽ അവർക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ലെങ്കിൽ കൂടി എന്തെങ്കിലും ഒരു ജോലി ചെയ്തതെന്ന് വെച്ചാൽ അപ്പോഴേ ക്യാമറയും പൊക്കി പിടിച്ച് അല്ലെങ്കിൽ ഫോണും പൊക്കി പിടിച്ച് അവരെക്കുറിച്ച് ഇന്നാൾ പോയത് കൊണ്ട് ഇന്നാൾ ഇന്ന ജോലി ചെയ്യുന്നത്, അങ്ങനെ ജീവിച്ചപ്പോൾ എന്തൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അതിനും ഒരു കുറ്റമായിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ രേണു ചേച്ചി ഭർത്താവ് മരിച്ച ഉടനെ പോയി അവനവൻ്റെ കരിയർ നോക്കി ജീവിച്ചു. ആരുടെയും ചെലവില്ലാതെ അവരുടെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്തു. അതാണ് രേണു ചേച്ചി ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ്. ഇപ്പോൾ ഒരു ഭർത്താവ് മരിച്ച എനിക്കൊരു കൂട്ടുകാരിയുണ്ട്. 5 വർഷം കല്യാണം കഴിഞ്ഞിട്ട് ആകെ 5 വർഷം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അവളുടെ കുട്ടിക്ക് വന്നിട്ട് 4 വയസ്സാകുമ്പോൾ ഭർത്താവ് മരിച്ചു. അവള് കല്യാണം കഴിഞ്ഞ ശേഷം ഭർത്താവിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചതായിരുന്നു. അപ്പോൾ ഭർത്താവ് മരിച്ച ശേഷം വർഷങ്ങളോളം എടുത്തു അവളൊന്നും ആ പഴയ ലെവലിലേക്ക് വരാനായിട്ട്. ഭയങ്കര കഷ്ടം, എന്താ പറയുക, ദുരിതം എന്ന് പറഞ്ഞാൽ വെച്ചാൽ അവളുടെ ജീവിതം കണ്ടാൽ നമ്മൾക്ക് സങ്കടം തോന്നും. അതുപോലെയായിരുന്നു അവൾക്ക് വന്നിട്ട് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് പോലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾക്കും അവളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ കുഞ്ഞുനാളിലുള്ള കൂട്ടുകാരിയാണ്. പക്ഷെ അവളോട് പോയിട്ട് നമ്മൾ നോർമലായിട്ട് സംസാരിക്കുന്ന പോലെ വിശേഷം ചോദിച്ചാലും അവൾക്ക് സങ്കടം വരും. ഒന്നും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ വർഷങ്ങളോളം കഴിഞ്ഞ് അവളൊരു ഇതിൽ നിന്നെല്ലാം മാറി പഴയ രീതിയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതുവരെയും ആളുകൾ സഹതാപത്തോടെ മാത്രം നോക്കിയത്. അയ്യോ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ആയല്ലോ, ഒരു കുട്ടിയും ഉണ്ടല്ലോ, കുട്ടി എന്ത് ചെയ്യുന്നൊക്കെ സഹതാപത്തോടെ നോക്കി. പക്ഷെ ആ കുട്ടിനെ വളർത്തണമല്ലോ, ആ കുട്ടിക്ക് നല്ലൊരു ഭാവിയിൽ നല്ല സ്കൂളിലൊക്കെ പഠിപ്പിച്ച് നല്ല രീതിയിൽ അങ്ങനെ അവൾ ജോലിക്ക് പോകണം. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു വർഷം 2 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൾ ആളുകളെ നോക്കി ചിരിച്ചാൽ കുറ്റം, അവളൊരു നല്ല ഡ്രസ്സ് ഇട്ടാൽ കുറ്റം, അവൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് വെച്ചാൽ എല്ലാത്തിനും കുറ്റം. അപ്പോൾ ഇത് വളരെ സാധാരണപ്പെട്ട ഒരു വീട്ടിലത്തെ കാര്യമാണ് പറഞ്ഞത്. സാധാരണപ്പെട്ട ഒരു വീട്ടിലെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ ഒരു സെലിബ്രിറ്റിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ഈ സംഭവം എല്ലാവിടെയും ഉള്ളതാണ്. ഇപ്പോൾ ഭർത്താക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ ഭാര്യമാരെല്ലാം വിധവകൾ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പണ്ടത്തെ ആളുകൾ കണ്ടിട്ടില്ലേ, ഈ വെള്ള സാരി ഉടുത്ത് എവിടെയും പോകാതെ അവർ പട്ടിണിയും കിടന്ന് പരവശമായി ഒരു നല്ല കാര്യത്തിന് നല്ലതിന് പങ്കെടുക്കാതെ ഒരു മുക്കിലിരുന്ന് കരയുകയാണെങ്കിൽ പകുതിയും പേർക്ക് സന്തോഷമാവുമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഈ രേണു ചേച്ചിയുടെ കാര്യം ഇത് ഞാൻ ഈ എൻ്റെ കൂട്ടുകാരുടെ കാര്യം പറഞ്ഞത് സാധാരണക്കാർ പോലും ഇങ്ങനെയാണ് അനുഭവിക്കുന്നത്. അപ്പോൾ പിന്നെ സെലിബ്രിറ്റികളുടെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇപ്പോൾ കുറേ പേര് എൻ്റെ ഈ വീഡിയോ ആരെങ്കിലും അങ്ങനെ കാണുകയാണെങ്കിൽ കുറച്ച് പേര് കമൻറ്റുമായിട്ട് വരും, രേണു സുധിനെ ഇത്രയും കാര്യം ഇല്ലാതെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് വല്ല ലൈക്കിനോ കമൻറ്റിനോ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കുന്നത്. ഒരിക്കലുമല്ല. കാരണം എൻ്റെ ഫാമിലിയിൽ 2 പേർക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ ആങ്ങളയ്ക്ക്, അതായത് എൻ്റെ മാമനും എൻ്റെ ഒരു ചെറിയമ്മയ്ക്കും ഈ ക്യാൻസർ ഉണ്ടായിരുന്നു.
ക്യാൻസർ എന്ന് പറയുന്ന ഒരു അസുഖം പറഞ്ഞു വെച്ചാൽ ദൈവം എന്താ പറയാ, ആർക്കും ഇങ്ങനെ ഒരു അസുഖം കൊടുക്കരുത്. കാരണം ജീവിച്ച് മരിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു അവസ്ഥയാണത്. ഈ ഒരു അസുഖം വരുമ്പോൾ അവർ മാത്രമല്ല രോഗിയാകുന്നത്, അവരുടെ വീട്ടിലുള്ള എല്ലാവരും രോഗിയാണ്. കാരണം ഞങ്ങൾ അനുഭവിച്ചത് തന്നെ കൊണ്ട് മാത്രമാണ് പറയണത്. അനുഭവിച്ചവർക്ക് മാത്രമേ ഇതിൻ്റെ വേദന എന്താണെന്ന് അറിയുള്ളൂ. കാരണം എൻ്റെ മാമന് അസുഖം വന്നതിനിപ്പോൾ ഞങ്ങൾ വല്ലപ്പോഴുമാണ് കാണുന്നത് മാമനെ. പക്ഷെ ആ വീട്ടിലുള്ള അവരുടെ ഫാമിലിയിലുള്ളവർക്കുണ്ടല്ലോ, അതായത് അമ്മായിയും മക്കളെല്ലാം ഓരോ മിനിറ്റും സെക്കൻഡും മാമൻ ഇങ്ങനെ വേദന അനുഭവിക്കുന്നത് കണ്ടിട്ട് എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ, എന്ത് ചെയ്യണമെന്ന് അവർക്കും അറിയാതെ ശരിക്കും പറഞ്ഞു വെച്ചാൽ എൻ്റെ മാമന് അധികം വലിയ പ്രായമൊന്നുമില്ല, കാണാൻ നല്ല സുന്ദരനായിരുന്നു. സിനിമാ നടൻ ദിലീപിനെയൊക്കെ പോലെ ഏകദേശം കാണാൻ അത്രയും നല്ല ഭംഗിയായിരുന്നു. 56ാമത്തെ വയസ്സിലായിരുന്നു ക്യാൻസർ ആണെന്ന് അറിയുന്നത്. പക്ഷേ ആ 56ാമത്തെ വയസ്സിൽ ക്യാൻസർ എന്ന് പറയുമ്പോൾ മാമന് ഭയങ്കര ഡിപ്രഷനായി, ഭയങ്കരമായിട്ട് തളർന്നു പോയി. കാരണം ഈ പ്രായത്തിൽ തന്നെ എനിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ എന്ന് ആലോചിച്ച് ആൾക്ക് ഭയങ്കര സങ്കടം. പക്ഷെ ആ സങ്കടത്തിൽ തന്നെ വലിയൊരു ഡിപ്രഷനും കൂടിയായി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യം ബാക്കിയുള്ള എല്ലാവർക്കും. ഭയങ്കര ദേഷ്യം, എന്ത് ചെയ്താലും ദേഷ്യം. എന്തൊക്കെയോ കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. അവർക്ക് മാത്രമല്ല, 1 വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും 4th സ്റ്റേജ് ആയിരുന്നു അറിയുമ്പോൾ തന്നെ. അതുകൊണ്ട് ഒരിക്കലും മാക്സിമം അവരുടെ ഫാമിലിയിലുള്ളവർ മാക്സിമം നോക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ വേദന എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ കഠിനമായ വേദനയായിരുന്നു. ഒരുപാട് എന്തൊക്കെയോ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും ഒന്നും അത് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതുകൂടാതെ അവർ മാത്രമല്ല ശരിക്കും രോഗി, അവൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും രോഗി പോലെയായിരുന്നു. കാരണം മാമനൊന്നും കഴിക്കാൻ പറ്റാത്തതിനെ ബാക്കിയുള്ള ആർക്കും ഒന്നും കഴിക്കാൻ പറ്റില്ല. ആ 1 വർഷം അവരുടെ വീട്ടിൽ ഒരു സന്തോഷമേ ഇല്ല. സന്തോഷമുള്ള ഒരു കാര്യങ്ങളും അവൻ്റെ വീട്ടിൽ നടന്നിട്ടില്ല. പിന്നെ ഫുൾ സമയം ആഴ്ചയ്ക്ക് 3 ദിവസമെങ്കിലും വേദന കാരണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അതുകൂടാതെ എന്താ പറയുക, നല്ലൊരു ഭക്ഷണമില്ല. അവർക്ക് ആഗ്രഹിച്ച സാധനം അവർക്ക് പോലും കഴിക്കാൻ പറ്റില്ല. കാരണം മാമന് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവർക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ 1 വർഷം അവർ അനുഭവിച്ച വേദന ഭയങ്കര കഠിനമാണ്. അപ്പോൾ ഇതിൽ ഞാനൊരു എന്താ പറയുക, ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു. രേണു ചേച്ചിക്ക് ആദരാഞ്ജലികൾ വന്നിട്ട്. ശരിക്കും പറഞ്ഞാൽ അവരൊന്നും മനുഷ്യനേ അല്ല. ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് പോലും ഈ അസുഖം വരുന്നുണ്ട്, വലിയവർക്കും വരുന്നുണ്ട്, ചെറിയ കുട്ടികൾക്കും വരുന്നുണ്ട്. അതുകൂടാതെ ഈ അസുഖം തന്നെയല്ല, ഒരു അസുഖമില്ലാതെയും നല്ല നല്ല മനുഷ്യന്മാരൊക്കെ മരിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ആള് ചിലപ്പോൾ രേണു ചേച്ചിക്ക് അസുഖം വന്ന് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ പോവില്ല, അയാൾ മരിക്കില്ല എന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടാവും. നമ്മുടെ ജീവിതത്തിന് ഇന്ന് എന്ത് സംഭവിക്കും എന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മളുടെ കയ്യിലേ ഇല്ല. ഇന്ന് എന്ത് സംഭവിക്കുമെന്ന്, ഈ നിമിഷം എന്ത് സംഭവിക്കുമെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. 5 മിനിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒരു കാല് തെറ്റി വീണാൽ തീരാനുള്ളതാണ് നമ്മളുടെ ആയുസ്. അപ്പോൾ അത്രയും കൂടെ ചിന്തിക്കാനുള്ള ബോധം അയാൾക്കില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ദൈവം പറയുന്ന ഒരാൾ മേലെയുണ്ട്. ഈ ചേച്ചിയുടെ മുമ്പ് തന്നെ ആയുസ് അവസാനിക്കുകയാണെങ്കിൽ അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്, നമ്മളുടെ കയ്യിലേ അല്ല ജീവിതം. ആദ്യം അത് ആലോചിക്കണം. ആദരാഞ്ജലികളിൽ നിന്നൊക്കെ പോസ്റ്റർ ഇടണമെങ്കിൽ അതൊക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഇട്ട് എന്താണ് അതിൽ നിന്ന് കിട്ടുന്നത്? 4 ലൈക്ക് കിട്ടുന്നതോ, 4 സപ്പോർട്ട് ചെയ്തതോ? അവരുടെ ഫാമിലിയിലും അച്ഛനും അമ്മയും പെങ്ങന്മാരും എല്ലാവരും ഉള്ളതല്ലേ, കുട്ടികളുള്ളതല്ലേ? ഇത് മറ്റുള്ളവർ കാണുമ്പോൾ അവർക്ക് തന്നെ ഒരു ശരിക്കും മനുഷ്യൻ തന്നെ ആണോ എന്ന് ചിലപ്പോൾ ആലോചിച്ച് പോകും. മൃഗത്തിനെയൊന്നും ഇവരുമായിട്ട് സാമ്യപ്പെടുത്താനേ പാടില്ല. കാരണം മൃഗങ്ങൾക്ക് പരസ്പരം പിന്നെയും സ്നേഹമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് പേര് എന്താന്ന് വെച്ചാൽ ഈ അസുഖം വ്യാജമാണ്, ഇങ്ങനെ ഒരു അസുഖം ഇല്ല, വെറുതെ പറഞ്ഞതാണ്, വെറുതെ ആളുകളുടെ സഹതാപം പിടിച്ചു പറ്റാനും, ആളുകൾ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അവരുടെ ഒക്കെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടും കുറച്ചുകൂടി ഫേമസ് ആകാൻ വേണ്ടി പറയുന്നതാണ്. അങ്ങനെ കുറച്ച് പേര്. ആരെങ്കിലും സ്വന്തം ജീവിതം എന്ന് പറയുന്നത് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾക്ക് വലിയൊരു ദൈവം തന്നൊരു ദാനമാണ് നമ്മുടെ ജീവിതം. അപ്പോൾ ഇത്രയും വലിയൊരു അസുഖം, ആ ക്യാൻസർ എന്ന് പറഞ്ഞാൽ എത്ര വലിയ അസുഖമാണെന്ന് അതുമായിട്ട് അടുത്ത് ജീവിച്ച ആളുകൾക്ക് മാത്രമേ അതിൻ്റെ ഭീകരത എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആരെങ്കിലും ഇത്രയും വലിയ അസുഖമൊക്കെ നുണ പറഞ്ഞിട്ട് ഇന്നപോലെ അസുഖമാണ് എനിക്ക് എന്ന് പറഞ്ഞിട്ട് നുണ പറഞ്ഞ് പരത്തുമോ? എനിക്ക് തോന്നുന്നേ ഇല്ല. അപ്പോൾ ആ പറഞ്ഞ് വ്യാജമാണ് എന്ന് പറഞ്ഞിട്ട് അവരാണ് ശരിക്കും ഇത് വെച്ചിട്ട് കുറച്ച്
സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആവാൻ വേണ്ടി നോക്കിയിരുന്ന എനിക്ക് തോന്നുന്നത്. എന്തായാലും ആളുകളുടെ ചിന്താഗതിയൊക്കെ ഭയങ്കര ചിന്താഗതിയാണ്. ഒരാൾ തളർന്ന് നിൽക്കുന്ന സമയത്ത് എന്താ പറയില്ലേ, ചാഞ്ഞ മരത്തിലേ ഓടിക്കയറുള്ളൂ എന്ന്, ആ അവസ്ഥയാണ്. ചാഞ്ഞ് കിടക്കുകയാണല്ലോ ഇപ്പോൾ എങ്ങനെ വേണമെങ്കിൽ ചവിട്ടി മെതിക്കാലോ. എന്ന് വെച്ചാൽ നല്ല ഒരു ഒരു എന്താ പറയുക, ഹൈപ്പിൽ നിൽക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു അസുഖം വന്നതിൽ ഒരുപാട് സങ്കടമുണ്ട്. കാരണം ഒരു വൃത്തികെട്ട അസുഖമാണിത് ശരിക്കും. എൻ്റെ മാമന് അസുഖം വരുന്ന സമയത്ത് 56 വയസ്സാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത്. ഞങ്ങളെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി കാണുന്ന സമയത്ത് ഭയങ്കര സങ്കടം തോന്നി. കാരണം അത്രയും നല്ല ഭംഗിയുള്ള, അത്യാവശ്യം നല്ല വണ്ണമുള്ള ഒരു 80 കിലോ വെയിറ്റുള്ള ഒരാൾ പകുതിയിലും പകുതി 40 കിലോ വെയിറ്റിലോട്ട് കുറഞ്ഞു. അതുകൂടാതെ പ്രായം 56 വയസ്സാണെങ്കിലും ഒരു 80 വയസ്സായ ആളുടെ പോലെയായിരുന്നു അന്ന് കാണാൻ ഉണ്ടായിരുന്നത്. ശരിക്കും കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് തോന്നിയത്. അത് കഴിഞ്ഞ് ഒരു 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 വർഷം 57ാമത്തെ വയസ്സ് തുടങ്ങുന്ന ആ സമയത്തൊക്കെയാണ് മാമൻ ഭയങ്കര ലാസ്റ്റ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർമ്മയും ഇല്ലാതെ ഒരുപാട് കീമോകൾ ചെയ്തിട്ടാണെങ്കിലും ഭയങ്കര കഷ്ടമായിരുന്നു. എല്ലാ ആരോഗ്യവും ഒട്ടും ആരോഗ്യമില്ലാത്ത അവസ്ഥയായി. അപ്പോൾ ഞങ്ങൾ കാണുന്ന സമയത്ത് കുറച്ചെങ്കിലും ഒരു ഇതുണ്ടായിരുന്നു. ഞങ്ങളുടെ റിലേഷനിൽ ഒരു ഏട്ടൻ ഞങ്ങൾക്ക് ഫോട്ടോ അയച്ചു തന്നിട്ട് ഇത് കണ്ട മാമൻ്റെ അവസ്ഥ ഇപ്പോഴത്തേന്ന് പറഞ്ഞിട്ട് ഫോട്ടോ അയച്ചു തന്നപ്പോൾ മാമൻ ആ കട്ടിലിൽ എവിടെ കിടക്കണമെന്ന് സൂം ചെയ്ത് നോക്കേണ്ട അവസ്ഥയായി. കണ്ടാലേ തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും പ്രായമായ ഒരാളെ പോലെ 90 വയസ്സ് 100 വയസ്സൊക്കെ ആയ ആളുകൾ ഇനി സൂക്ഷിച്ചിങ്ങനെ ആവില്ലേ, ആ ഒരു അവസ്ഥയിലായി. കാരണം അത്രയും ആൾ ടയേർഡായിരുന്നു. ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഈ അസുഖത്തിൻ്റെ കാരണം ഒന്നാമത് 4th സ്റ്റേജായി. ഒരുപാട് എന്താ പറയുക, മാമൻ്റെ കയ്യിലും ഉണ്ട് തെറ്റ്. മാമൻ ഡോക്ടർ പറയണതിനനുസരിച്ചിട്ട് നിന്നുമില്ല. അതും ഒരു വലിയ തെറ്റാണ്. ഒന്നുമില്ലെങ്കിലും രേണു ചേച്ചിനോട് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. ഈ വീഡിയോ കാണുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ 15ാമത്തെ വയസ്സിൽ ഇത് കണ്ടു എന്ന് പറഞ്ഞു അസുഖം. ആ സമയത്ത് തന്നെ ഒരു പക്ഷേ ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ഒന്നും ആവില്ലായിരുന്നു. പിന്നെ ചെയ്യാതെ എന്തായാലും പോയത് വലിയ കഷ്ടമായി. അത് ഇപ്പോൾ വന്ന അവസ്ഥയ്ക്ക് നമ്മൾ ഇരുന്ന് റിക്കവർ ചെയ്ത് വരിക തന്നെ വേണം. എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. ദൈവം എന്തായാലും വിളി കേൾക്കാതിരിക്കില്ല. മാക്സിമം ധൈര്യം കൈവിടാതിരിക്കുക, അതാണ് ഏറ്റവും വലിയ ശക്തി. നമ്മളുടെ ധൈര്യം തന്നെയാണ്. ധൈര്യം കൈവിടാതിരിക്കുക. പിന്നെ ഡോക്ടർമാർ എന്താണോ പറയണത് അത് കൃത്യമായിട്ട് പാലിക്കുക. ഒരുപാട് പേര് ക്യാൻസറിൽ നിന്ന് അതിജീവിച്ച് വന്നവരെ അറിയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതെനിക്ക് എന്താ പറയുക, പറയണമെന്ന് തോന്നി. കാരണം ഈ അസുഖം വന്നു കഴിഞ്ഞു വെച്ചാൽ അവർ മാത്രമല്ല, അവരുടെ വീട്ടിലുള്ളവരും അവരുടെ കൂടെയുള്ള എല്ലാവരും ഈ രോഗം വന്നവനെ പോലെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും കൂടി നെഗറ്റീവ് പറയാതിരിക്കുക. കുറച്ച് അഹങ്കാരം കൊണ്ട് വന്നതാണെന്നും അങ്ങനെ കുറേ എന്തൊക്കെയോ കമൻറ്റ് കണ്ടു. ദയവ് ചെയ്ത് അങ്ങനെയൊന്നും പറയരുത്. ഇതൊരു ഭയാനകമായ ഒരു അസുഖമാണ്. ആർക്കും വരാതിരിക്കട്ടെ. വന്ന രേണു ചേച്ചിക്ക് എത്രയും പെട്ടെന്ന് ഈ അസുഖം ഭേദമാകട്ടെ. ഇനി വേറെ എവിടെയും അധികം പകരാതെ നല്ല രീതിയിൽ അസുഖം മാറട്ടെ. ചേച്ചി തിരിച്ച് എല്ലാവരെയും പഴയ ആ വീഡിയോസിലേക്ക് കാണുന്ന ആ ഒരു പഴയതുപോലെ തന്നെ ചൊറുചോർക്കോടുകൂടി തന്നെ ചേച്ചി തിരിച്ചു വരട്ടെ. അപ്പോൾ പ്രാർത്ഥന മാത്രം. ഈ നമ്മളുടെ പഴയ രേണു ചേച്ചിയായിട്ട് കാണട്ടെ. കുറേ പേര് നെഗറ്റീവ് പറയാൻ പോലെ നല്ല നല്ല വീഡിയോ ഒക്കെ തിരിച്ചു വന്ന് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.